വെൽക്കം ഓൾ ഓഫ് യു. സോ വൺസ് അഗെയിൻ എല്ലാവർക്കും നമ്മുടെ അക്കൗണ്ടിംഗ് ബിൽഡ് വർക്ക് കോഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത പോയിന്റുകൾ ഇതൊക്കെയായിരുന്നു. ബിസിനസ് ട്രാൻസാക്ഷൻ, ബിസിനസ്സിൽ ഒരുപാട് ഇടപാടുകൾ നടക്കുന്നു അല്ലേ. ബിസിനസ്സിലേക്ക് ഓണർ ഇറക്കിയിട്ടുള്ള ആ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിന് അതിനെ ക്യാപിറ്റൽ എന്ന് പറയുന്നു. ബിസിനസ് സ്ഥാപനം വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരിക്കും, അതിനെ മൊത്തത്തിൽ നമുക്ക് അസറ്റ് എന്ന് പറയാം. അത് ബിസിനസ് സ്ഥാപനത്തിൻ്റെ പ്രോപ്പർട്ടിയാണ്. ദെൻ ബിസിനസ് സ്ഥാപനത്തിന് പുറത്തുള്ള ആളുകളോടൊക്കെ എന്തുണ്ടായിരിക്കും, കുറേ ബാധ്യതകൾ ഉണ്ടാവാം, ഒബ്ലിഗേഷൻസ്, അത് ലയബിലിറ്റീസ്. ദെൻ അതുപോലെ തന്നെ ഉണ്ട് ബിസിനസ് സ്ഥാപനം എന്താണ് വിൽക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെന്നാണ്. അതിനെ മൊത്തത്തിൽ നമുക്ക് പർച്ചേസ് എന്ന് പറയാം. ചിലപ്പോൾ എന്താണ് പർച്ചേസ് നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിലൊരുപാട് കേടുവന്ന സാധനങ്ങളൊക്കെ ഉണ്ടാകാം, നമ്മൾ തിരിച്ച് അങ്ങോട്ട് തന്നെ കൊടുക്കും. അത് പർച്ചേസസ് റിട്ടേൺ ആണ്. സെയിൽ അതുപോലെ തന്നെ എന്താണ് നമ്മൾ വിൽപ്പന നടത്തുന്നു, അതിലെന്ത് ചെയ്യുന്നു, കുറേ സാധനങ്ങൾ തിരിച്ച് മടങ്ങി വരുന്നു, സെയിൽസ് റിട്ടേൺ അല്ലേ. അതൊക്കെ ഓരോ ടേമാണ്. പർച്ചേസ് എന്ന് പറയുന്നത് ബിസിനസ് സ്ഥാപനത്തിൻ്റെ പ്രധാനപ്പെട്ട ചെലവുകളാണെങ്കിൽ സെയിൽസ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗമാണ്. ദെൻ പർച്ചേസ് ചിലപ്പം ക്യാഷിന് മാത്രമായിക്കോണമെന്നില്ല, കടത്തിനും വാങ്ങിക്കാം അല്ലേ, പർച്ചേസ് വാങ്ങാം അല്ലേ. അപ്പോൾ അതിനെ ക്രെഡിറ്റ് പർച്ചേസ് എന്നാണ് പറയുന്നത്. അപ്പോൾ കടമായിട്ട് വാങ്ങുമ്പോൾ അവിടെ കടക്കാർ വരും, ക്രെഡിറ്റേഴ്സ്. സാധാരണ രീതിയിൽ ആ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സപ്ലയേഴ്സ് ആയിരിക്കും, നമുക്ക് സാധനങ്ങൾ സ്ഥിരമായിട്ട് തന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ. ഓക്കെ. ദെൻ ക്രെഡിറ്റ് സെയിൽസ്, കടമായിട്ട് നമ്മൾ വിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് വരുന്നു, ഡെപ്റ്റേഴ്സ് വരും. ഡെപ്റ്റേഴ്സ്, ഓക്കെ. ഡെപ്റ്റേഴ്സ് നമ്മളോട് കടപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ് ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്ന ആൾ. സാധാരണഗതിയിൽ നമ്മുടെ കസ്റ്റമേഴ്സ് ആവാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാലേ ഈ ഒരു ടേം കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇതൊരു ബിസിനസ് സ്ഥാപനമാണ് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താണ്, ഈ ഒരു ബിസിനസ് സ്ഥാപനം എന്താണ്, ഒരുപാട് ആളുകൾക്ക് കടത്തിന് വിൽക്കുന്നുണ്ടാവും അല്ലേ. ക്രെഡിറ്റ് സെയിൽസ് കടമായിട്ട് വിൽക്കുക. അപ്പോൾ ഈ ചങ്ങായിക്ക് വിൽക്കുകയാണ്. ഇതേപോലെ ഒരുപാട് വ്യക്തികളുണ്ട് കടമായിട്ട് വിൽക്കുക. അങ്ങനെയാണെങ്കിൽ ഇയാളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെപ്റ്റേഴ്സ് എന്ന് പറയും. ഈ വിഭാഗത്തെ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. ഇങ്ങനെ ഒരുപാട് ആളുകളുടെ കയ്യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, വാങ്ങിക്കുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് എന്ന് പറയുന്നത്, കടമായിട്ട് വാങ്ങിക്കുക. അങ്ങനെയാണെങ്കിൽ അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രെഡിറ്റേഴ്സ് എന്ന് വിളിച്ചത്. ഇതാണ് രണ്ട് ടേം. ഇനി പറയുന്നത് ഇതാണ്. ഇപ്പം ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് തരാനുള്ള ആളുകളല്ലേ, പൈസ ഭാവിയിൽ നമുക്ക് പൈസ തരാനുള്ള ആളുകളല്ലേ. അപ്പം നമ്മളോട് ബിസിനസ് സ്ഥാപനത്തോട് കടപ്പെട്ടിരിക്കുന്ന ആളുകളാണ് ഡെപ്റ്റേഴ്സ്. അപ്പോൾ അത് മനസ്സിലാക്കുക. ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദി പേഴ്സൺ ഹൂ ഹോസ് ടു ബിസിനസ്. പേഴ്സൺ ഹൂ ഓസ് ടു ബിസിനസ്. ഓസ് ടു ബിസിനസ് എന്ന ബിസിനസ്സിനോട് കടപ്പെട്ടിരിക്കുക. എന്നാൽ ഇവരുണ്ടല്ലോ, ഇത് ബിസിനസ് സ്ഥാപനമാണ് ഇവരോട് കടപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അവരാണ് ക്രെഡിറ്റേഴ്സ് എന്നത്. ടു ഹൂം ദി ബിസിനസ് ഈസ് ഓൺ. ടു ഹൂം ദി ബിസിനസ് ഈസ് ഓൺ. അപ്പോൾ ബിസിനസ് സ്ഥാപനം ആരോട് കടപ്പെട്ടിരിക്കുന്നുവോ അവരെ നമ്മുടെ ക്രെഡിറ്റേഴ്സ് എന്നും, നമ്മളോട് ആര് കടപ്പെട്ടിരിക്കുന്നുവോ അവരെ നമ്മളെ ഡെപ്റ്റേഴ്സ് എന്നും പറയുന്നു. അത് ആ പോയിന്റ് മറക്കണം. ഓക്കെ. പിന്നെ നമ്മൾ റവന്യൂ വേഴ്സസ് പ്രോഫിറ്റ് പറഞ്ഞു. ഇനി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു ടോപ്പിക് എന്ന് പറയുന്നത് എക്സ്പെൻസ് ആൻഡ് എക്സ്പെൻഡിച്ചർ. ഇവിടെ എഴുതാം നമുക്ക്. എക്സ്പെൻസ് ആൻഡ് എക്സ്പെൻഡിച്ചർ എന്താ, അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവും. രണ്ടും സംഭവം തന്നെയാണ് അല്ലേ. നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് പറയാം. ഫോർ എക്സാമ്പിൾ നോക്കാം. ഒരു ബിസിനസ് സ്ഥാപനം ഒരുപാട് എക്സ്പെൻസുകൾ ആ ബിസിനസ് സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കും. നോക്കാം നമുക്ക്. ഇപ്പോൾ ആ ബിസിനസ് സ്ഥാപനം എന്തുണ്ട്, സാലറി കൊടുക്കുന്നുണ്ടാവും അല്ലേ, പെയ്ഡ് സാലറി. അതുപോലെ റെൻറ്റ് കൊടുക്കുന്നുണ്ടാവാം, റെൻറ്റ് പെയ്ഡ്, വാടക കൊടുക്കുന്നുണ്ടാവും. പിന്നെ ഇലക്ട്രിസിറ്റി ബില്ലുകൾ വരാം, KCB, ഓക്കെ, ബില്ലുകൾ വരാം. ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ എന്താണ്
പ്രതിമാസം ഓരോ മാസവും ഇത് സംഭവിക്കുന്നുണ്ട് അല്ലേ? പെർ മന്ത് സാലറി കൊടുക്കണം, റെൻറ്റ് കൊടുക്കണം, ബില്ലടയ്ക്കണം, ദെൻ കമ്മീഷൻ, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇതിനൊക്കെ നമ്മൾ എന്താ വിളിക്കുക? എക്സ്പെൻസ് എന്നാണ് വിളിക്കുക. എക്സ്പെൻസ്. സാലറി എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസാണ്, റെൻറ്റ് മറ്റൊരു എക്സ്പെൻസാണ്, ഇലക്ട്രിസിറ്റി ബിൽ പെയ്ഡ് മറ്റൊരു എക്സ്പെൻസാണ്. ഓക്കെ, ഇനി നോക്കുക. അപ്പം അങ്ങനെ ആ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ അവസാനം, ഒരു വർഷത്തിൻ്റെ അവസാനം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ആ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ചെലവുകളാണ്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് ഇതിനെന്ത് പറയാം? എക്സ്പെൻഡിച്ചർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് കുറച്ച് കനം കൂടിട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, സാലറി, റെൻറ്റ്, ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ, ഇതൊക്കെ ഇൻഡിവിജ്വലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള നാച്ചുറൽ സ്വഭാവമാണ്. അതിനൊക്കെ എക്സ്പെൻസ് ആണ്. മൊത്തത്തിൽ ഇതിനൊക്കെ നമുക്ക് എന്ത് പറയാം? ബിസിനസ് സ്ഥാപനത്തിൻ്റെ എക്സ്പെൻഡിച്ചർ. ഇനി ഒരു കാര്യം കൂടി ഇതോടൊപ്പം പറയട്ടെ. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇപ്പോൾ പർച്ചേസ്ഡ് മെഷീനറി, ഒരു മെഷീനറി വാങ്ങിക്കുക കേട്ടോ. പർച്ചേസ്ഡ് മെഷീനറി 4 rupees, ഒരു 10 ലക്ഷം, വലിയൊരു മെഷീനറിയാണ്. നോക്കൂ, ഒരു മെഷീനറി വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ ഇത് എല്ലാ മാസവും ഇങ്ങനെ മെഷീനറി ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കും? ഇല്ല, ഇതൊരു ലോങ് ടേം ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. തുടക്കത്തിൽ വാങ്ങിച്ചു വെച്ചു, പിന്നെ ഒരുപാട് വർഷം കഴിഞ്ഞതിന് ശേഷമൊക്കെയായിരിക്കും അത് റീപ്ലേസ് ചെയ്യുക, മാറ്റുക. സോ ഇവിടെ പർച്ചേസസ് എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചറാണ്. ഇതിന് എക്സ്പെൻഡിച്ചറാണ്. മെഷീനറി വാങ്ങിക്കുക എന്ന് പറയുന്നത് ആ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഒരു എക്സ്പെൻഡിച്ചറാണ്. നോക്കൂ, അവിടെ 10 ലക്ഷം അവിടെ പോകുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് വരുന്നുണ്ട്? മെഷീനറി എന്ന് പറയുന്ന ഒരു അസറ്റ്, ഫിക്സഡ് അസറ്റ് അവിടെ വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചറിൽ എന്തു വരാം? അസറ്റ് വരാം. പക്ഷേ എക്സ്പെൻസിൽ ഒരിക്കലും എന്ത് വരില്ല? അസറ്റ് വരില്ല. ആ പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് എക്സ്പെൻസ് ആൻഡ് എക്സ്പെൻഡിച്ചർ. ഇനി അതുപോലെ എക്സ്പെൻസ് ഒക്കെ പറയുമ്പോൾ നമുക്ക് ഇതോടനുബന്ധപ്പെട്ട മറ്റൊരു ടേം ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. എന്താണ് ഔട്ട്സ്റ്റാൻഡിങ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്? നമ്മൾ അങ്ങനെ പറയാറുണ്ടല്ലേ, ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് എന്നൊക്കെ. ഇത് ആ ഒരു രീതിയിലല്ല കേട്ടോ ഉപയോഗിക്കുന്നത്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ഇവിടെ യഥാർത്ഥത്തിൽ ബാക്കി ചെലവിനെയാണ്. ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളിപ്പോൾ റെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രതിമാസം എന്താണ് റെൻറ്റ്? ഒരു 2000 രൂപ ഓരോ മാസത്തിലും റെൻറ്റ് കൊടുക്കണം. അപ്പോൾ നിങ്ങളെന്താണ്, ഒരു 5 മാസം കൊടുത്തു, 6ാമത്തെ മാസം കൊടുത്തില്ല, 7ാമത്തെ മാസം കൊടുത്തില്ല, 8ാമത്തെ മാസം കൊടുത്തില്ല, ഇങ്ങനെ 2-3 മാസം കൊടുത്തില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളെന്താണ്, ഈ സംഭവങ്ങൾ കൊടുക്കാത്തൊക്കെ ഉണ്ടല്ലോ, കൊടുക്കാൻ ബാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ചെലവ്, ഇതിനെ നമ്മൾ എന്ത് പറയും? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. ഇപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്നൊക്കെ പറയുകയാണെങ്കിൽ, ഔട്ട്സ്റ്റാൻഡിങ് സാലറി 10,000 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് നിങ്ങളെന്താണ് കൊടുക്കാതെ അവിടെ നിർത്തിവെച്ച സാലറിയാണ്. അപ്പം നിങ്ങളെ ബാധ്യതയാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആണ് എന്ന് പറയണമെങ്കിൽ എക്സ്പെൻസസ് ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ് എന്നാണ്. എക്സ്പെൻസ് ഡ്യൂ ആയിന്, അയാളെ വർക്കൊക്കെ ചെയ്തു പോയിന്, പക്ഷേ എന്തില്ല, ആ മാസം സാലറി അയാൾക്ക് കൊടുത്തിട്ടില്ല. ദാറ്റ് ഈസ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ്. ഇതേപോലെ തന്നെ മറ്റൊരു ടേം ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം എന്ന് പറയുമ്പോൾ വരുമാനമാണ് അല്ലേ? ഓക്കെ, ഫോർ എക്സാമ്പിൾ എന്താണ്, നിങ്ങൾക്കിങ്ങനെ വാടക കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, കൊടുക്കല്ല, നിങ്ങൾക്ക് വാടക റെൻറ്റ് ഇങ്ങനെ നിങ്ങൾ സ്വീകരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തായാലും ഒരു പ്രോപ്പർട്ടി ഉണ്ടാകും, ആ പ്രോപ്പർട്ടി നിങ്ങൾ എന്താണ് വാടകയ്ക്ക് കൊടുത്തീന്. അപ്പോൾ ബിസിനസ് സ്ഥാപനത്തിൽ എന്തുണ്ട്, ആ നിലയ്ക്ക് വാടക ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഒരു 2 മാസത്തെ വാടക ഇയാൾ എന്ത് ചെയ്തിട്ടില്ല, തന്നിട്ടില്ല, ബിസിനസ് സ്ഥാപനത്തിന് തന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അത് ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകമാണ്. ഇൻകം ഒക്കെ ഡ്യൂ ആയിന്, ആ ഡേറ്റൊക്കെ കഴിഞ്ഞു പോയിന്, പക്ഷേ എന്ത് ചെയ്തില്ല, കിട്ടിയിട്ടില്ല. അപ്പോൾ ഇൻകം ഡ്യൂ
ബട്ട് നോട്ട് റിസീവ്ഡ്. ഇൻകം ഡ്യൂ ആയത് പക്ഷേ എന്തില്ല, കിട്ടിയിട്ടില്ല. അതാണ് ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം. അപ്പോൾ നോക്കൂ, ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് എന്താണ്, അതൊരു അസറ്റിൻ്റെ രൂപത്തിലാണ് നമ്മൾ കാണുന്നത് അല്ലേ, ഒരു വരുമാനത്തിൻ്റെ രൂപത്തിലാണ്, ഭാവിയിലുള്ള ഒരു അസറ്റിൻ്റെ രൂപത്തിലാണ് നമ്മൾ കാണുന്നത്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്നുണ്ടെങ്കിൽ എന്താണ്, ഒരു ലയബിലിറ്റീൻ്റെ ഒരു രൂപത്തിലാണ്. തൽക്കാലം അങ്ങനെ മനസ്സിലാക്കുക അല്ലേ, ലയബിലിറ്റിയുടെ രൂപത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസും ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം. ദെൻ മറ്റൊരു പോയിന്റ്, then bills payable and bills receivable. ഇത് യഥാർത്ഥത്തിൽ ഇതായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കൂടുതൽ പറയാനുണ്ട്. നേർക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ടത്. ഈ ബിൽസ് പേയബിളും ബിൽസ് റിസീവബിളും യഥാർത്ഥത്തിൽ ഒറ്റ സംഭവമാണ്. അതെങ്ങനെ വരുന്നു എന്നൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത് പറയുമ്പോഴേക്കും ചിലപ്പോൾ ഒരുപാട് സമയം കഴിയാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ ഇത് മുറിച്ചിട്ട് എന്താണ് അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യാം. ഓക്കെ.